കോതമംഗലത്ത് CK കുര്യാക്കോസ് അനുസ്മരണം സംഘടിപ്പിച്ചു. കോതമംഗലത്തിന്റെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ ഒരു കാലത്ത് നിറഞ്ഞുനിന്ന വ്യക്തിത്വം എന്ന പ്രമുഖർ. അനുസ്മരണ പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്നു അന്തരിച്ച CK കുര്യാക്കോസ്. ഇദ്ദേഹത്തിന്റെ അനുസ്മരണ പരിപാടികൾ വിപുലമായി സംഘടിപ്പിച്ചു. അനുസ്മരണ സമ്മേളനം മുൻ മുനിസിപ്പൽ ചെയർമാൻ KP ബാബു ഉദ്ഘാടനം ചെയ്തു. 2000 കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റായി വരുമ്പോൾ ഞങ്ങൾ രണ്ടുപേരാണ് അന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിമാർ. ഇന്നത്തെ പോലെ നമ്മളൊന്നും പോലെയില്ല. അന്ന് മുതൽ എനിക്ക് സീറ്റുകാരില്ല. ഷെഡ്യൂൾ സൂചിപ്പിച്ചൊരു കാര്യം ഞാൻ ഓർത്തുപോയി. പഴയ പാർട്ടി ഓഫീസ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാൻഡിലുള്ള അപ്പടിയുള്ള ഒരു മുറിയാണ്. ആ മുറിയിൽ വരുമ്പോൾ ആദ്യം അവിടെ ഇരിക്കുന്ന ആരെങ്കിലും ചായ കുടിച്ചോ എന്ന് ചോദിക്കുന്ന ഒരു മനുഷ്യൻ ഇന്ന് ഉണ്ടോ? ഉച്ചയാകുമ്പോൾ ഒരു മക്കാലിത്തയും തിരുമീന അടക്കമുള്ളവർ പട്ടിണിയിരിക്കുമ്പോൾ താഴത്തെ ജനതാ ഹോട്ടലിലേക്ക് വിളിച്ചുകൊണ്ട് പോയി പണമില്ലെങ്കിലും കടം പറഞ്ഞ് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്ന ഒരു കോൺഗ്രസ്സുകാരൻ ഇന്ന് കോതമംഗലത്തുണ്ടോ കേരളത്തിലോ നമുക്കറിയില്ല. ഇത്ര വലിയ നവോത്ഥാനമാണ് CK ഏറ്റെടുത്തതെന്ന് ഒരു ചരിത്രം എഴുതാനുണ്ട് എന്നുള്ളതാണ് സത്യം. 70 കാലഘട്ടത്തിന് ശേഷമുണ്ടായ കോൺഗ്രസിന്റെ വളർച്ചയാണ് ഇന്ന് നാം കാണുന്ന കോതമംഗലത്തെ വളർച്ച. ആ കാലഘട്ടങ്ങളിൽ ശ്രീ TH കൃഷ്ണ DCCയുടെ അധ്യക്ഷനായിരിക്കുമ്പോഴാണ് കോതമംഗലത്ത് കോൺഗ്രസ് വളർന്നതെങ്കിൽ ട്രേഡ് യൂണിയൻ വേണം എന്ന മുസ്തഫയുടെ ആ നിർദ്ദേശം അക്ഷരം കൊണ്ടി CK ഞങ്ങളെപ്പോലുള്ളവരെ കൂട്ടികൾക്ക് നടപ്പിലാക്കുകയായി. ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ അധ്യക്ഷത വഹിച്ചു. AG ജോർജ്, അബു മൊയ്തീൻ, എബി എബ്രഹാം, എൽദോസ് കീച്ചേരി, സിജു എബ്രഹാം, പ്രിൻസ് വർക്കി, ഭാനുമതി രാജു, ഷൈമോൾ ബേബി, ME റെജി, ബിനോയ് പുളിനാട്ട്, AK സജീവ്, ഗുണവതി ശിവദാസ്, സണ്ണി വർഗീസ്, മത്തായി കോട്ടക്കുന്നേൽ, KK സുരേഷ്, PR അജി, അലി പടിഞ്ഞാറെ ചാലിൻ, TK കുമാരി, ബിനീഷ് സെബാസ്റ്റ്യൻ, അനിൽ രാമൻ നായർ, വിൽസൺ C തോമസ്, നോബ് മാത്യു, ശശി കുഞ്ഞുമോൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ന് ഈ 160 ബൂത്തുകളിൽ സംഘടനാപരമായി ശക്തിപ്പെടുത്തുന്ന തരത്തിൽ എല്ലാ ബൂത്തുകളിലും ബൂത്ത് കമ്മിറ്റിയും വാർഡ് കമ്മിറ്റികളും ഒക്കെ രൂപീകരിക്കാൻ കഴിയുന്ന ശേഷിയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാക്കി ഇതിനെ മാറ്റുന്നതിൽ CK കുര്യാക്കോസിന്റെ പങ്ക് ആർക്കും മാറ്റിനിർത്താൻ കഴിയുന്നതല്ല. CK രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ജീവിതത്തിന്റെ പ്രതിസന്ധികൾ വലിയ ചോദ്യചിഹ്നമായി അദ്ദേഹത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോഴും അദ്ദേഹം പാർട്ടിയുടെ കാര്യങ്ങൾ ഒരു ശതമാനവും വിട്ടുവീഴ്ച ചെയ്യാതെ കൃത്യമായി സമയബന്ധിതമായി KPCCയുടെ പരിപാടികളായാലും പ്രാദേശിക തലത്തിലുള്ള പരിപാടികളായാലും ഒക്കെ തന്നെ ഏറ്റെടുത്ത് വളരെ കൃത്യമായി താഴെ തട്ടിലുള്ള പ്രവർത്തകരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സംഘടിപ്പിക്കുന്നതിൽ അദ്ദേഹം എടുത്തിട്ടുള്ള ഒരു ഉത്തരവാദിത്വം എന്നുള്ളത് നമുക്ക് വിസ്മരിക്കാവുന്നതല്ല. പ്രത്യേകിച്ചും നമുക്കറിയാം, നമ്മുടെ പാർട്ടിയുടെ അടിത്തട്ട് എന്ന് പറയുന്നത് തൊഴിലാളികളെ ചേർത്ത് നിർത്തുക എന്നതാണ്. കോതമംഗലത്ത് ട്രേഡ് യൂണിയൻ സംവിധാനം കെട്ടിപ്പടുക്കുന്നതിൽ ശ്രീ KP ബാബുചേട്ടനോടൊപ്പം തന്നെ CK കുര്യാക്കോസിന്റെ പങ്കും നിസ്തുലമാണ് എന്നുള്ളത് ചരിത്ര യാഥാർത്ഥ്യമാണ്. ഇത് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ആ തലമുറയോടൊപ്പം പ്രിയപ്പെട്ട CKയോടൊപ്പം പ്രവർത്തിച്ച നേതാക്കന്മാരൊക്കെ ഉള്ളതുകൊണ്ട്. ന്യൂസ് ഡെസ്ക് Media 60 കോതമംഗലം.